കൊല്ലത്തെ 6 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പിൽ വ്യവസായി അനിൽ തമ്പി അറസ്റ്റിൽ. ചെന്നൈയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് മ്യൂസിയം പോലീസും ഡാൻസർ സംഘവും അനിൽ തമ്പിയെ പിടികൂടിയത്. കേസിൽ കോൺഗ്രസ് നേതാവടക്കം 3 പേർ നേരത്തെ അറസ്റ്റിലായി. തിരുവനന്തപുരം കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പിന്റെ ആസൂത്രകനാണ് ഇന്നലെ രാത്രി പോലീസിന്റെ പിടിയിലായത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ ക്രിസ്പ് എന്ന മലയാളി വനിതയുടെ ഭൂമി തട്ടിയെടുത്ത കേസിലാണ് മുഖ്യകണ്ണിയായ വ്യവസായി അനിൽ തമ്പി പിടിയിലായത്. 3 മാസമായി ഒളിവിലായിരുന്ന അനിൽ തമ്പിയെ ചെന്നൈയിൽ നിന്നാണ് മ്യൂസിയം പോലീസും ഡാൻസർ സംഘവും ചേർന്ന് പിടികൂടിയത്. ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തിരുവനന്തപുരം കവടിയാറിലെ ജവഹർ നഗറിലുള്ള 10 മുറികളടങ്ങുന്ന വീടും 12 സെന്റ് സ്ഥലവുമാണ് വ്യാജ ആധാരത്തിലൂടെ ഭൂമാഫിയ സംഘം തട്ടിയെടുത്തത്. ഇതിലെ മുഖ്യ ആസൂത്രകൻ അനിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2014 തുടങ്ങിയ ഗൂഢാലോചനയ്ക്കൊടുവിലായിരുന്നു ഭൂമി തട്ടിപ്പ്. ഈ ഭൂമിയും വീടും സ്വന്തമാക്കാൻ അനിൽ തമ്പി ആഗ്രഹിച്ചു. എന്നാൽ ഡോറ വിൽക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് തട്ടിപ്പിന്റെ ആസൂത്രണം തുടങ്ങുന്നത്. ഡോറയായും വളർത്തുമകളായും ആൾമാറാട്ടം നടത്താനുള്ള സ്ത്രീകളെ കണ്ടെത്തിയത് കോൺഗ്രസ് നേതാവായ അനന്തപുരി മണികണ്ഠനാണ്. ഭൂമി വാങ്ങുന്നയാളായി ചന്ദ്രസേനൻ എന്നയാളെ കണ്ടെത്തിയതും മണികണ്ഠൻ തന്നെ. ഭൂമി കൈമാറ്റത്തിന്റെ വ്യാജ ആധാരങ്ങളും മണികണ്ഠൻ തന്റെ ആധാരമെഴുത്ത് സ്ഥാപനത്തിൽ തയ്യാറാക്കി. ഇതിന് അനിൽ 1 കോടി 10 ലക്ഷം രൂപ തനിക്ക് തന്നെന്നും മണികണ്ഠൻ സമ്മതിച്ചിരുന്നു. 6 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡോറയുടെ ബന്ധു ഭൂമിയുടെ കരമടയ്ക്കാനായി എത്തിയപ്പോഴായിരുന്നു തട്ടിപ്പ് മനസ്സിലാകുന്നത്. തുടർന്ന് ബന്ധുവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പ് വെളിച്ചത്താകുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.